അയർലൻഡുമായുള്ള രണ്ടാമത്തെയും അവസാനത്തെയും T20യിലും ബാറ്റിംഗിൽ തികഞ്ഞ പരാജയമായിരിക്കുകയാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ. ഇന്ത്യൻ ഇന്നിംഗ്സിലെ ആദ്യ ബോളിൽ തന്നെ ഗോൾഡൻ ഡക്കായി അദ്ദേഹത്തിന് ക്രീസ് വിടേണ്ടി വന്നു. നേരത്തെ ആദ്യ T20യിൽ 5 റണ്ണെടുത്ത സഞ്ജുവിനെ മടക്കിയത് ഇന്ത്യൻ വംശജനായ ജയ്മൂന്ദ്രയാണ്. ഇത്തവണയും വിക്കറ്റ് എടുത്തത് അദ്ദേഹം തന്നെയാണ്. അന്ന് രണ്ടാം ഓവറിലെ ആദ്യ ബോളിൽ അദ്ദേഹത്തെ മൂന്ദ്ര ബൗൾഡാക്കുകയായിരുന്നു. ഐറിഷ് പേസറുടെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത്. ആദ്യ മാച്ചിലെ മോശം പ്രകടനത്തിന് കളിയിൽ മികച്ചൊരു ഇന്നിംഗ്സുമായി സഞ്ജു പ്രായശ്ചിത്തം ചെയ്യുമെന്ന് എല്ലാവരും കരുതപ്പെട്ടു, പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം വന്നത് പോയതുമെല്ലാം കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരുന്നു. ഇതോടെ ഇംഗ്ലണ്ടുമായി തുടക്കാനിരിക്കുന്ന 5 T20കളുടെ പരമ്പരയിൽ സഞ്ജുവിന് 11-ൽ ഇടം ലഭിക്കുമോ എന്നതും സംശയമായിരിക്കുകയാണ്. ഹീറോ ആയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൂർണമെന്റിന്റെ ഭാഗമായി തന്നെ സഞ്ജു ഇത്രയും വളരെയധികം ദയനീയമായ പ്രകടനത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നെല്ലാവരും പറയുന്നു. അതുകൊണ്ട് തന്നെ 5-0 എന്നിങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഫ്ലോപ്പ് ഷോയിൽ ആരാധകർ കടുത്ത നിരാശയിലാണ് ഇപ്പോൾ. ആരാധകരുടെ ഖേദം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. 2026-ലെ T20 ലോകകപ്പ് നേടിയതിനു ശേഷം സഞ്ജു സാംസൺ വിരമിക്കേണ്ടതായിരുന്നു. ആ 3 ഇന്നിംഗ്സുകൾ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയമായിരുന്നു. ഇനി ഒരിക്കലും അദ്ദേഹം ആ പോയിന്റിലേക്ക് എത്താൻ പോകുന്നില്ല എന്നതാണ് സത്യം. ഇന്ത്യക്കായി അവസാന 12 ഇന്നിംഗ്സുകളിൽ സഞ്ജു സാംസന്റെ സ്കോറുകൾ: 1 ബോളിൽ 0 റൺസും, 4 ബോളിൽ 5 റൺസും, 46 ബോളിൽ 89 റൺസും, 42 ബോളിൽ 89 റൺസും, 50 ബോളിൽ 97 നോട്ട് ഔട്ടും, 15 ബോളിൽ 24 റൺസും, 8 ബോളിൽ 22 റൺസും, 5 ബോളിൽ 6 റൺസും, 7 ബോളിൽ 10 റൺസും, 23 ബോളിൽ 37 റൺസുമാണ്. സ്ഥിരനില്ലായ്മയാണ് സഞ്ജുവിന്റെ പ്രശ്നം. തുടർച്ചയായ 3 അർദ്ധ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ പ്രകടനം വട്ടപൂജ്യമാണ്. സഞ്ജു സാംസന്റെ കുഴപ്പം എന്താണ്? 2 രീതിയിലാണ് അദ്ദേഹത്തെ ഔട്ടാക്കുന്നത്. ഒന്നുകിൽ എഡ്ജ് അല്ലെങ്കിൽ ബൗൾഡ്. അയർലൻഡിലെ ഈ സ്ലോയും ബൗൺസുമെല്ലാം പിച്ച് ഒരിക്കലും അദ്ദേഹത്തിന് ചേരില്ല. നിങ്ങൾ അദ്ദേഹത്തെ 10 തവണ കളിപ്പിച്ചാൽ അദ്ദേഹം 8 തൊട്ട് 9 തവണ സിംഗിൾ അതേ സ്കോർ ഔട്ടാകുമെന്ന് ബെറ്റ് വയ്ക്കുകയാണ്. ഇത്തരത്തിൽ കമന്റുകൾ നീണ്ടുപോവുകയാണ്. സഞ്ജുവിനെതിരെയുള്ള വിമർശനം നിറഞ്ഞു നിൽക്കുകയാണ്. സഞ്ജു സാംസൺ, ഞാൻ എപ്പോഴും നിങ്ങളെ പിന്തുണയ്ക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ 0-ന് പുറത്താവുന്നത് കാണുന്നത് ശരിക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പുറത്താവുന്ന സാഹചര്യം വളരെയധികം ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. നിങ്ങൾക്ക് സാഹചര്യം അറിയാം. 1-2 കളികളിൽ മോശമായി അവർ നിങ്ങളെ പുറത്താക്കാൻ തയ്യാറാക്കും. നിങ്ങൾ ശുഭ്മൻ ഗില്ലല്ല. അവർ അദ്ദേഹത്തെ പോലെ തന്നെ പിന്തുണയ്ക്കുകയും ചെയ്യില്ല. ഇങ്ങനെയാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത്. അയർലൻഡിനെതിരായ രണ്ടാം അംഗത്തിൽ സഞ്ജു സാംസൺ മാത്രമല്ല, ഓപ്പണിംഗ് പങ്കാളിയായി അഭിഷേക് ശർമ്മയും ആദ്യ ഓവറിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ ഡക്കായി മടങ്ങിയെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ജയ്മൂന്ദ്രയ്ക്കെതിരെ ആഞ്ഞു വീശിയ അഭിഷേകിന് തേർഡ് മാൻ ഏരിയയിൽ മാത്യു ഹൊളാൾഡ് തന്നെ പിറകിലേക്ക് വീണ് മിന്നുന്ന ക്യാച്ച് എടുക്കുകയും ചെയ്തു. ഇതോടെ ഹൊളാർഡിന് വരെ വിക്കറ്റ് നേടുകയായി. ഇതെല്ലാം തന്നെ സഞ്ജുവിന്റെ മാറ്റത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. സഞ്ജുവിന് ദയനീയമായ തോൽവി ആ ടീമിനെ തന്നെ ബാധിച്ചു എന്ന് എല്ലാവരും ഒറ്റയടിക്ക് പറയുന്നു.